ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയെ സമീപിച്ചു. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നും പരാതിക്കാരിക്കെതിരായ തെളിവുകൾ സെഷൻസ് കോടതി പരിഗണിച്ചില്ല എന്നും ഹർജിയിലുണ്ട്. ഹർജി പരിഗണിക്കും മുൻപ് ഏതുവിധേനയും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് ADGP H. വെങ്കടേഷ് നൽകിയ നിർദ്ദേശം. അഹമ്മദ് മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്താണ് ഹർജിയിൽ? അതിൽ തെളിവുകൾ, പരാതിക്കാരിക്കെതിരായ തെളിവുകൾ സെഷൻസ് കോടതി പരിഗണിച്ചില്ല എന്നാണോ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്താണ് മുജതബ? പ്രധാനമായും ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള, വളരെ അടുപ്പത്തോടെയുള്ള ഒരു ബന്ധമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ പരാതിക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ചാറ്റുകളും സന്ദേശങ്ങളും ഒക്കെ അതാണ് വ്യക്തമാക്കുന്നത്. രണ്ടുപേർക്കും അവരുടെ വിവാഹ നിലയെക്കുറിച്ച് അല്ലെങ്കിൽ വെഡിങ് സ്റ്റാറ്റസിനെ കുറിച്ച് അറിയാമായിരുന്നു, ഒരു ധാരണയുണ്ടായിരുന്നു. താൻ അങ്ങനെ ഒരു വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യവും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതിയാണ്. വളരെ വൈകിയാണ് ഈ പരാതി വരുന്നത്. അത് തന്നെ ആ പരാതി ലോഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി ശരിയായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. സാധാരണ നടപടിക്രമങ്ങൾ പാലിക്കാതെ അതെല്ലാം മറികടന്ന് കേരള മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു പരാതി സമർപ്പിക്കുകയാണ്. അത് ആ രൂപത്തിൽ ശരിയല്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, FIS ഉൾപ്പെടെയുള്ളവ പരാതിക്കാരന് ലഭിക്കാനുള്ള, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തനിക്ക് അത്തരത്തിലുള്ള പകർപ്പുകൾ നൽകിയിട്ടില്ല. മാത്രമല്ല, വളരെ വൈകി നൽകുന്ന ബിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ ലോഡ്ജ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്താൻ സുപ്രീം കോടതിയുടെ വരെ നിർദ്ദേശങ്ങളുണ്ട്. ഇവിടെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഏത് ഘട്ടത്തിലും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ താൻ തയ്യാറാണ്. അറസ്റ്റ് ചെയ്യാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് മുമ്പാകെ തന്റെ ഭാഗം വളരെ വിശദമായി പറയാൻ, അത് വിശദീകരിക്കാൻ ഒക്കെ തനിക്ക് അവകാശമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം, ഒരു സാവകാശം വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താൽ അത് കഴിയില്ല. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഈ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് എന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ തെളിവുകൾ നൽകാൻ സാവകാശം വേണം. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ FIS ഓ FIR ഓ തനിക്കെതിരെയുള്ള കുറ്റപത്രമോ ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം ഒരുപക്ഷെ നാളെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഇപ്പോൾ ഹൈക്കോടതി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പരാതി ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെയായിരിക്കും ഈ വിഷയം പരിഗണിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് ഒരു പക്ഷേ ഹൈക്കോടതിയിൽ പ്രത്യേകമായി തന്നെ സ്പെഷ്യൽ മെൻഷനിങ് ആയി ഈ കേസ് വരുമോ എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. അഭിഭാഷകൻ അക്കാര്യം പറയുന്നില്ല. പക്ഷെ നാളെ, സാധാരണഗതിയിൽ ശനിയാഴ്ച ഹൈക്കോടതി വർക്കിംഗ് ഡേ അല്ല, പക്ഷെ നാളെ പ്രത്യേക സാഹചര്യത്തിൽ കോടതി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കപ്പെടുമെന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. പ്രധാനമായും രാഹുൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തനിക്കിതിനകത്ത് കൃത്യമായി ഏതെങ്കിലും തരത്തിലൊരു താല്പര്യത്തോടു കൂടി അങ്ങനെ ഉണ്ടായിട്ടില്ല. കാലക്രമേണ തങ്ങൾക്കിടയിലുള്ള ബന്ധം വളരുകയും അത് ഈ രൂപത്തിൽ എത്തുകയും ചെയ്തു. അത് തന്നെ കൺസെൻഷ്യലാണ്, പരസ്പരം സമ്മതത്തോടെയുള്ള, ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണ്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഒരു ഭാഗത്തു നിന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ വിവരങ്ങൾ തന്നെ നോക്കുമ്പോൾ ഇത് പരസ്പര സമ്മതത്തോടെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ചാറ്റുകളൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത് ചില രാഷ്ട്രീയ പ്രേരിതമായ താല്പര്യങ്ങളുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. എന്തായാലും കോടതി ഏത് വിഷയത്തിൽ, ഏത് രൂപത്തിലാണ് ഇത് കാണുക എന്നതുകൂടി ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യാപേക്ഷകൾ വരുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ നിലപാട് സ്വാഭാവികമായി ഒരു നടപടിക്രമമാണ്. അതിനുശേഷമാണ് കോടതിയിലെ അന്തിമ തീർപ്പിലേക്ക് എത്തുക. ഇപ്പൊ ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും നടപടിക്രമങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും സാവകാശം പ്രോസിക്യൂഷന് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാൻ, ജാമ്യാപേക്ഷ എതിർക്കുകയാണെങ്കിൽ അത്തരം വിശദാംശങ്ങൾ എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ സാവകാശം കൊടുക്കും. ഒരുപക്ഷെ നാളെ ആ കേസ് എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 3 വർക്കിംഗ് ഡേക്കകത്ത് കോടതിയിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ശരി, മുജതബയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.